ഗുഡ് മോർണിംഗ് എവരിബഡി. ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 17 ഫെമിലിയർ സ്റ്റൈൽ. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ റീഡിംഗ് ദിസ് ചാപ്റ്റർ യു ക്യാൻ സീ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് സ്റ്റൈൽ. നല്ല സ്റ്റൈൽ എന്താണ്? സ്റ്റൈൽ മീൻസ് നമ്മൾ എഴുത്ത് അല്ല, റൈറ്റിംഗ് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. എഴുത്തിൻ്റെ സ്റ്റൈൽ എന്തായിരിക്കണം? അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഫെമിലിയർ സ്റ്റൈൽ. ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെമിലിയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണ് പരിചിതമായ സ്റ്റൈൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നോ ഹൗ ടു റൈറ്റ് ആൻഡ് ഹൗ നോട്ട് ടു റൈറ്റ്. എങ്ങനെ നമ്മൾ എഴുതണം, എങ്ങനെ നമ്മൾ എഴുതിക്കൂടാ എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. വില്യം ഹാസ്ലിറ്റ് ആണ്. ഏപ്രിൽ 10, 1978 ജനിച്ച വ്യക്തിയാണ്. അപ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെയൊക്കെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1830 കാലഘട്ടത്തിൽ വരെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ റിനൈസൻസ് ഒക്കെ വളരെയധികം ബ്രിട്ടനെ പിടിച്ചു കുലുക്കിയ ഒരു കാലഘട്ടമാണത്. വാസ് ആൻ ഇംഗ്ലീഷ് റൈറ്റർ റിമെമ്പേർഡ് ഫോർ ഹിസ് ഹ്യൂമനിസ്റ്റിക് എസേസ്. അദ്ദേഹത്തിൻ്റെ ഹ്യൂമനിസ്റ്റിക് ആശയങ്ങൾ ഉണ്ടായൊരു കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ മതമൂല്യങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞ് ആളുകൾ മനുഷ്യത്വത്തിലേക്ക് മടങ്ങിയ ഒരു കാലഘട്ടത്തിനെയാണ് ശരിക്കും റിനൈസൻസ് കാലഘട്ടം എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ എസ്സേകൾ, അതുപോലെ ലിറ്റററി ക്രിറ്റിസിസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹാസ്ലിറ്റ് വാസ് എ പ്രൊമിനൻറ്റ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിക്. അതുപോലെ ഒരു സാഹിത്യ നിരൂപകനായിരുന്നു ഹാസ്ലിറ്റ് എന്ന് പറയുന്നത്. ഗ്രമേറിയൻ ആൻഡ് ഫിലോസഫർ. അദ്ദേഹം എന്താണ് ഗ്രമേറിയൻ എന്ന് വെച്ചാൽ എന്താണ്? വ്യാകരണ തന്ത്രജ്ഞനും അതുപോലെ തത്വചിന്തകനുമൊക്കെ ആയിരുന്നു. ഹി ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിറ്റിക് ആൻഡ് എസേയിസ്റ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കുകൾ അല്ലെങ്കിൽ വിമർശകരിലും എസേയിസ്റ്റുകളിലും കണക്കാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വില്യം ഹാസ്ലിറ്റ്. നമ്മളുടെ ഈ പാഠഭാഗങ്ങളിൽ തന്ന എല്ലാ എസേയിസ്റ്റുകളും പ്രമുഖ എസേയിസ്റ്റുകൾ തന്നെയാണ്. അതിലേറ്റവും പ്രാധാന്യമുള്ള ഒരാളാണ് വില്യം ഹാസ്ലിറ്റ്. പ്ലേസ്ഡ് ഇൻ ദ സെയിം കമ്പനി ആസ് സാമുവൽ ജോൺസൺ ആൻഡ് ജോർജ് ഓർവെൽ. ജോർജ് ഓർവെലും സാമുവൽ ജോൺസണൊക്കെ വളരെയധികം ആളുകൾ അംഗീകരിക്കപ്പെട്ട എസേയിസ്റ്റുകളായിരുന്നു. ബട്ട് ഹിസ് വർക്ക് ഈസ് കറൻ്റ്ലി ലിറ്റിൽ റീഡ്. അപ്പോൾ എന്താണ്, കുറച്ച് മാത്രം ആണ് ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ വായിക്കപ്പെട്ടിട്ടുള്ളത്. ഹാസ്ലിറ്റ് ഫാമിലി വാസ് ഐറിഷ് പ്രൊട്ടസ്റ്റൻ്റ് കാലഘട്ടം. ആ ഒരു പ്രൊട്ടസ്റ്റൻ്റ് കാലഘട്ടം എന്നൊക്കെ പറയുന്നത് പ്രൊട്ടസ്റ്റൻ്റ് മതങ്ങൾ ഈ ക്രിസ്ത്യൻ മതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ദാറ്റ് നിയർലി 18th century മൂവ്ഡ് ഫ്രം ദ കൺട്രി ഓഫ് ആൻഡ്രീം ടു തിപ്പേരി. അപ്പോൾ തിപ്പേരിയിലേക്ക് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത് 18ാം നൂറ്റാണ്ടിൽ. ഹിസ് ഫാദർ ഓൾസോ നെയ്മഡ് വില്യം ഹാസ്ലിറ്റ്. അച്ഛൻ്റെ പേരും വില്യം ഹാസ്ലിറ്റ് എന്ന് തന്നെയാണ്. ടു ദ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ വേർ ഹി വാസ് കണ്ടംപററി വിത്ത് ആദം സ്മിത്ത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിലേക്ക് വരികയും അവിടെ ആദം സ്മിത്തിനോടൊപ്പം പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റിസീവിങ് എ മാസ്റ്റർ ഡിഗ്രി ഇൻ 1760, 1760 അദ്ദേഹം മാസ്റ്റർ ഡിഗ്രി നേടി. നോട്ട് എൻറ്റയർലി കണ്ടന്റ് വിത്ത് ഹിസ് പ്രിസ്ബിറ്റേറിയൻ ഫെയ്ത്ത്. അദ്ദേഹത്തിൻ്റെ ഈ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ സഭാവിശ്വാസത്തിൽ തീർത്തും അസംതൃപ്തനായിരുന്ന അദ്ദേഹം ഹി ബിക്കം എ യൂണിറ്റേറിയൻ മിനിസ്റ്റർ ഇൻ ഇംഗ്ലണ്ട്. അങ്ങനെ അദ്ദേഹം അതിൽ നിന്നൊക്കെ വിടുതൽ നേടി ഒരു മിനിസ്റ്ററായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 1764 ബിക്കം എ പാസ്റ്റർ അറ്റ് ബിസ്ബീച്ച് ഇൻ കാംബ്രിഡ്ജ്ഷെയറിൽ അദ്ദേഹത്തിന് പാസ്റ്ററായിട്ട് ജോലി നോക്കേണ്ട കാര്യങ്ങളും വന്നിരുന്നു. വേറെ ഇൻ 1766 ഹി മാരീഡ് ഗ്രേസ് ലോഫ്റ്റസ്. 1766 ഗ്രേസ് ലോഫ്റ്റസിനെ അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. ഡോട്ടർ ഓഫ് എ റീസെൻ്റ്ലി ഡീസൻറ്റ് അയൺ മോങ്കർ. ഒരു അയൺ മോങ്കറുടെ അയൺ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളാണ് പറയുന്നത്. കൊണ്ടു നടന്ന് നിൽക്കുന്ന ആൾ, അയാളുടെ ഒരു മകളായിരുന്നു ഗ്രേസ് ലോഫ്റ്റസ്. ഓഫ് ദർ മെനി ചിൽഡ്രൻ ഓൺലി 3 സർവൈവ്ഡ് ഇൻഫാൻസി. കുറേ കുട്ടികളുണ്ടായെങ്കിലും 3 കുട്ടികൾ മാത്രമാണ് രക്ഷപ്പെട്ടു വന്നത്. ദ ഫസ്റ്റ് ഓഫ് ദീസ് ജോൺ, ലേറ്റർ നോൺ ആസ് പാട്രിയോട്ട് പെയിൻറ്റർ എന്നറിയപ്പെടുന്ന ജോൺ ആയിരുന്നു അതിലേറ്റവും ഫസ്റ്റ് ഉള്ളത്. വാസ് ബോൺ ഇൻ 1767 ആൻഡ് മെൻഷ്ഫീൽഡ്, ഗ്ലോസെസ്റ്റർഷെയറിലാണ് 1967 കുട്ടിയുണ്ടായത്. വേർ ദ റിവറൻഡ് വില്യം ഹാസ്ലിറ്റ് ഹാഡ് അക്സെപ്റ്റഡ് എ ന്യൂ പാസ്റ്ററേറ്റ് ആഫ്റ്റർ ഹിസ് മാരേജ്. പാസ്റ്ററേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു മാരേജിന് ശേഷം. ഇൻ 1770 എൽഡർ ഹാസ്ലിറ്റ് അക്സെപ്റ്റഡ് എറ്റ് അനദർ പൊസിഷൻ ആൻഡ് മൂവ്ഡ് വിത്ത് ഹിസ് ഫാമിലി ടു മേഡ്സ്റ്റോൺ, കെൻറ്റിലുള്ള മേഡ്സ്റ്റോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പിന്നീട് ഇവർ മാറി പാർക്കുന്നു. വേർ ഹിസ് ഫസ്റ്റ് ആൻഡ് ഓൺലി സർവൈവിങ് ഡോക്ടർ മാഗ്രറ്റ്. അപ്പോൾ അതിൽ ആകെ വളർന്നു വന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് മാഗ്രറ്റ് ആണ്. യൂഷ്വലി നോൺ ആസ് പെഗ്ഗി എന്ന പേരിലാണ് കുട്ടീനെ വിളിക്കാറുള്ളത്. വാസ് ബോൺ ഇൻ ദാറ്റ് ഇയർ. ആ കാലഘട്ടത്തിലാണ് ജനിച്ചത്. ഹിസ് വർക്ക്സ് ഹാവിങ് ഫാളൻ ഔട്ട് ഓഫ് പ്രിൻറ്റ്. പല വർക്കുകളും അദ്ദേഹത്തിൻ്റെ ചെയ്യപ്പെട്ടില്ല, പ്രിൻറ്റ് ചെയ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഹാസ്ലിറ്റ് അണ്ടർവെൻ്റ് എ സ്മോൾ ഡിക്ലൈൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തുകൾ
അധികം ആർക്കും വായിക്കാനും കഴിഞ്ഞിട്ടില്ല. ദോ ഇൻ ദ ലേറ്റ് 1990s ഹിസ് റെപ്യൂട്ടേഷൻ വാസ് റീ അസേർട്ടഡ് ബൈ അഡ്മിറേഴ്സ് ആൻഡ് ഹിസ് വർക്ക്സ് റീപ്രിൻറ്റഡ്. 1990-കളായപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പറ്റി കൂടുതൽ അറിയുകയും അദ്ദേഹത്തിൻ്റെ ആരാധകരായി മാറുകയും പിന്നീട് ഈ എഴുത്തുകളെല്ലാം കണ്ടുപിടിച്ചെടുത്ത് അവ റീപ്രിൻറ്റ് ചെയ്ത് വലിയൊരു വർക്കുകളാക്കി മാറ്റുകയും ചെയ്തു. ദ മേജർ വർക്ക്സ് ദെൻ അപ്പിയേർഡ്. ദ ഡേ സ്റ്റാർ ഓഫ് ലിബർട്ടി. അപ്പോൾ അതിൽ മേജർ വർക്കുകളാണ് ഡേ സ്റ്റാർ ഓഫ് ലിബർട്ടി. വില്യം ഹാസ്ലിറ്റ്സ് റാഡിക്കൽ സ്റ്റൈൽ, അതാണ് അടുത്തത്, ബൈ ടോം പോളിൻ. 1998 ടോം പോളിൻ ഇത് എന്ത് ചെയ്തത്. റെഡ് മിറർ ആൻഡ് ക്വാറൽ ഓഫ് ദ ഏജ്, അതുപോലെ ക്വാറൽ ഓഫ് ദ ഏജ്. ഇതിങ്ങനെ 3 പ്രധാനപ്പെട്ട സമാഹാരങ്ങൾ. ദ ലൈഫ് ആൻഡ് ദ ടൈംസ് ഓഫ് വില്യം ഹാസ്ലിറ്റ് ബൈ AC ഗ്രീലിംഗ്. 2000 പിന്നെ വീണ്ടും ഒന്ന് പുറത്തിറങ്ങി. അതാണ് ദ ക്വാറൽ ഓഫ് ദ ഏജ് എന്ന് പറയുന്നത്, ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് വില്യം ഹാസ്ലിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 2003 ഫോളോയിങ് ദ ലെങ്തി അപ്പീൽ ഹാസ്ലിറ്റ്സ് ഗ്രേവ് സ്റ്റോൺ വാസ് റെസ്റ്റോർഡ് ഇൻ സെൻറ്റ് ആൻസ് ചർച്ച് യാർഡ്. സെൻറ്റ് ആൻസ് ചർച്ച് യാർഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രേവ് സ്റ്റോൺ കണ്ടെത്തുകയും അവിടെ ഈ 2003 എത്തുമ്പോഴേക്കും അദ്ദേഹം വളരെ പോപ്പുലറായി. മരണപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോപ്പുലറാകുന്നത്. അൺവെയിൽഡ് ബൈ മൈക്കൽ ഫൂട്ടാണ് ഇത് കണ്ടുപിടിച്ചത്, ഹാസ്ലിറ്റിൻ്റെ ഗ്രേവ് സ്റ്റോൺ. ഹാസ്ലിറ്റ് സൊസൈറ്റി വാസ് ദെൻ ഇനാഗുറേറ്റഡ്. അങ്ങനെ അദ്ദേഹം ഒരു ഹാസ്ലിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ചെയ്തു. വൺ ഓഫ് സോഹോസ് ഫാഷനബിൾ ഹോട്ടൽസ് ഈസ് നെയിംഡ് ആഫ്റ്റർ ദ റൈറ്റർ. എന്നാണ് ഈ പറഞ്ഞ ആൾ, ഈ സോഹോയുടെ അതിൽ പ്രധാന ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ഹാസ്ലിറ്റിൻ്റെ പേരിലാണുള്ളത്. ഹാസ്ലിറ്റ്സ് ഹോട്ടൽ ലൊക്കേറ്റഡ് ഓൺ ദ 5th Street ഈസ് വൺ ഓഫ് ദ ഹോംസ് Williams lived in and today still retains much of the interior he would have known so well. അദ്ദേഹത്തിൻ്റെ തന്നെ വസതിയാണ് പിന്നീട് ഈ ഹോട്ടലിൻ്റെ ഒരു ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഗ്ലോസറി പറയുന്നുണ്ട്. എന്താണ് സ്ലിപ്സ്ഹോഡ് അല്യൂഷൻ ദാറ്റ് വെയർ വാഗ്യൂ ആൻഡ് നോട്ട് ടു ദ പോയിന്റ് ആണ് പറയുന്നത്. പോയിന്റിനുള്ളതല്ല സ്ലിപ്സ്ഹോഡ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന പോയിന്റ് അല്ല പറയുക, വേറെ എന്തെങ്കിലും പറഞ്ഞു പോകും. അതിനെയാണ് സ്ലിപ്സ്ഹോഡ് അല്യൂഷൻ എന്ന് പറയുന്നത്. സോളംനിറ്റി ഓഫ് ദ പ്യൂപ്ലെറ്റ്, ഗ്രേവിറ്റി ഓഫ് ദ പ്രീസ്റ്റ് സെർമണാണ്. സ്റ്റേജ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ പോമ്പസ് ആർട്ടിഫിഷ്യലി ആക്ടർ സ്പീച്ചാണ്. നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കാണ് കുറച്ചൊന്ന് പോമ്പസ് ആയി പറയുന്നത്. ഒപ്പേക്ക് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേവ് ഡൾ വേർഡ്സ് ഡു നോട്ട് മേക്ക് സ്പീച്ച് ലൈവ്ലി നന്നായിട്ട് പറയാം. അതുപോലെ കോട്ടേറിയ എന്ന് പറയുന്നത് എ പാർട്ടിക്കുലർ ഗ്രൂപ്പ് റെപ്രസെൻറ്റിങ് എ സ്പെഷ്യൽ ഇൻട്രസ്റ്റ്. സെർമോ ഹ്യൂമിയോ ബ്രെപ്പൻസ് എന്ന് പറയുന്നത് സ്പീക്കിംഗ് ഇൻ ലോ ആൻഡ് സിമ്പിൾ വേ ആണ്. ഫാൻറ്റാസ്മഗോറിയ, ഫാൻറ്റാസ്റ്റിക് വിഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് ഇമേജസ് ആൻഡ് ഫോംസ് റെഫേർഡ്. അതിൽ എന്താണ് മിസ്റ്റർ വില്യം കോബോട്ട് വെൽ നോൺ ഡയറിസ്റ്റാണ്, ഡയറി എഴുതുന്നതാണ്. ഫാംലെറ്റിയർ എന്ന് വെച്ചാൽ ഫാംലെറ്റുകൾ വായിക്കുന്നതാണ്, എഴുതുന്ന ആൾ ഓഫ് ദ 18th century. ഇറാസ്മസ് കൊളോക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസ്കോഴ്സസ് ഓഫ് ഇറാസ്മസ്, ദ ഫേമസ് ഹ്യൂമനിസ്റ്റ് ഫിലോസഫറാണ്. റെനേസൻസ് ഹു ക്യാരിഡ് ക്രൂസൈഡ് അഗൈൻസ്റ്റ് ബിഗോട്രി, മതഭ്രാന്തിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾ നയിച്ച ഒരു പ്രമുഖ വ്യക്തിയാണ് ഇറാസ്മസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻടോളറൻസ്. നമ്മളിതിൻ്റെ ഒരു സമ്മറി നോക്കാം. പ്രസിഷൻ ആൻഡ് ദ പ്യൂരിറ്റി ഓഫ് എക്സ്പ്രഷൻ എന്നാണ് ഒന്നാമത്തേൽ പറയുന്നത്. മാർക്സ് ഓഫ് എ ഫെമിലിയർ സ്റ്റൈൽ. ഇപ്പോൾ ഫെമിലിയർ സ്റ്റൈലിനെ പറ്റിയിട്ടാണ് വില്യം ഹാസ്ലിറ്റ് പറയുന്നത്. എന്താണ് ഫെമിലിയർ സ്റ്റൈൽ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാ ജനകീയമായിട്ടുള്ള എഴുത്ത് രചനാ രീതി എന്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റൈറ്റ് ഇൻ ഫെമിലിയർ സ്റ്റൈൽ. അപ്പം ജനകീയമായ രീതിയിൽ എഴുതുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്നാണ് പറയുന്നത്. എ ഫെമിലിയർ സ്റ്റൈൽ ഡസ് നോട്ട് മീൻ വൾഗർ സ്റ്റൈൽ. ഫെമിലിയർ സ്റ്റൈൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തല്ല, എന്തെങ്കിലും വൾഗാരിറ്റി എഴുതി വെച്ചിട്ട് അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കരുത്. അപ്പോൾ എന്താണ് വൾഗാരിറ്റി എഴുതുന്നതാണ് ജനകീയമായത് എന്നൊരിക്കലും ചിന്തിക്കരുത്. നോർ ഇറ്റ് ഈസ് എ സ്റ്റൈൽ വിച്ച് ക്യാൻ ബി റിട്ടേൺ അറ്റ് റാൻഡം. എവിടെന്നെങ്കിലൊക്കെ പെറുക്കിയെടുത്ത് എഴുതുന്നതും ഫെമിലിയർ സ്റ്റൈലാണ് നമുക്ക് പറയാൻ പറ്റില്ല. പ്രിസിഷൻ ആൻഡ് ദ പ്യൂരിറ്റി ഓഫ് എക്സ്പ്രഷൻ ആർ ദ ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫെമിലിയർ സ്റ്റൈൽ. കൃത്യതയും അതുപോലെ തന്നെ എന്താണ് പ്യൂരിറ്റിയുമാണ്, ശുദ്ധതയും കൃത്യതയുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റൈൽ വിച്ച് കംപ്ലീറ്റ്ലി അവോയ്ഡ് ദ യൂസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ലോ ആൻഡ് ക്യാൻഡ് ഫ്രേസസ്. അതിൽ നമ്മൾ വളരെ ലോ ആയിട്ടുള്ള ഫ്രേസുകളും അതുപോലെ ക്യാൻഡ് ആയിട്ടുള്ള ഫ്രേസുകളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. കപട ഭാഷകളൊന്നും നമ്മളതിൽ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. ആൻഡ് ലൂസ് അൺകണക്റ്റഡ് ആൻഡ് സ്ലിപ്പ് ഹോഡ് അല്യൂഷൻസ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ലൂസായിട്ടുള്ള അല്ലെങ്കിൽ അൺകണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ എഴുതുന്നതല്ല
ജനകീയ സ്റ്റൈൽ അതാണ് വലിയ സ്റ്റൈൽ എന്നൊക്കെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. അതല്ല എന്ന് അദ്ദേഹം പറയുന്നത്. ടു റൈറ്റ് ഇൻ എ ജെന്യൂൻ ഫെമിലർ സ്റ്റൈൽ ഈസ് ടു റൈറ്റ് ആസ് എനി വൺ ഹാവിങ് എ തറോ കമാൻഡ് ആൻഡ് ചോയ്സ് ഓഫ് വേർഡ്സ് മൈറ്റ് സ്പീക്ക് ഇൻ കോമൺ കോൺവെർസേഷൻ. അപ്പോൾ ഇതിൽ ജെന്യൂനായിട്ടുള്ള ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് വളരെ നാച്ചുറലായിട്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഫെമിലിയർ സ്റ്റൈൽ എന്ന് അദ്ദേഹം പറയുന്നു. ത്രൂ തറോ കമാൻഡ്, നമുക്ക് വളരെ സബ്ജക്റ്റ് നമ്മൾ പറയുന്ന കാര്യത്തിൽ വളരെയധികം അടിസ്ഥാനപരമായ അറിവുണ്ടായിരിക്കണം. അതുപോലെ വാക്കുകളുടെ യൂസേജ് എന്ന് പറയുന്നത് എന്താണ്, സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കണം. ഇതൊക്കെയാണ് ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. എ ജെന്യൂൻ ഫെമിലിയർ സ്റ്റൈൽ റിസംബിൾസ് ദ മാനർ ഓഫ് ടോക്കിംഗ് വിത്ത് ഈസ്, ഫോഴ്സ് ആൻഡ് ക്ലാരിറ്റി. വളരെ ഈസായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ പറ്റണം, വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് ശക്തമായ രീതിയിലും അതുപോലെ വ്യക്തമായ രീതിയിലും സംസാരിക്കാൻ പറ്റുന്നതിനെയാണ് ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. സെറ്റിംഗ് അസൈഡ് ഓൾ പെഡൻറ്റിക് ആൻഡ് ഒറേറ്ററിക്കൽ ഫ്ലറിഷസ്. ഇപ്പോൾ പെഡൻറ്റിക് ആയിട്ടുള്ള അല്ലേ, വളരെ നമ്മൾ ഭയങ്കര വിജ്ഞാനിയാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അതുപോലെ ഒറേറ്ററിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രാസംഗികമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കുക. ഇതെല്ലാം ഫെമിലിയർ സ്റ്റൈലിന് എതിരായിരുന്നു. എനിവൺ ക്യാൻ റിസൈറ്റ് എ പാസേജ് വിത്ത് തിയററ്റിക്കൽ കാഡൻസ്. എന്താണ്, ഒരു തിയററ്റിക്കലായ രീതിയിൽ, ഒരു നാടകാത്മകമായ രീതിയിലല്ലേ അവതരിപ്പിക്കുക. ആൻഡ് എനിവൺ ക്യാൻ ഗെറ്റ് അപ്പ് സ്റ്റിൽസ് ടു എക്സ്പ്രസ് ഹിസ് തോട്ട്സ്. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഓരോരുത്തരും സ്വന്തം തോട്ട്സുകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തി അതിനനുസരിച്ച് വേണം പറയാൻ വേണ്ടി. ബട്ട് ടു റൈറ്റ് ഓർ സ്പീക്ക് വിത്ത് പ്രോപ്പർട്ടി. അതുപോലെ പ്രോപ്പർട്ടി എന്താണ്, വളരെ ഔചിത്യപൂർവ്വം നമ്മൾ പറയുകയും സംസാരിക്കുകയും ചെയ്യാൻ. സിംപ്ലിസിറ്റി, വളരെ സിമ്പിളായിട്ട് പറയുക ഈസ് മോർ ഡിഫിക്കൽട്ട് ടാസ്ക്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടേറിയ കാര്യം. നമുക്ക് വളരെ വിദ്യാഡംബമായ രീതിയിൽ വാഗ്വൈഭവമുള്ള രീതിയിലൊക്കെ പറയാനൊക്കെ പറ്റും. പക്ഷേ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ഈസി ടു അഫക്റ്റ് ദ പോമ്പസ് സ്റ്റൈൽ. വളരെ എന്താണ്, പൊങ്ങച്ചമുള്ള സ്റ്റൈൽ എന്നൊക്കെ പറയും. ഓർ ടു യൂസ് വേർഡ് ട്വൈസ് ആസ് ബിഗ് ആസ് വൺ വാണ്ട്സ് ടു എക്സ്പ്രസ്. നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ട വാക്കിൻ്റെ 1-2 ഇരട്ടി വലിപ്പമുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഇതെല്ലാം എന്താണ്, ഫെമിലിയർ സ്റ്റൈലിനെ മോശമാക്കുകയാണ് ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോ ഈസി ടു ചൂസ് ദ വെരി വേർഡ് വിച്ച് എക്സാക്ട്ലി ഫിറ്റ്സ് ദ തിങ് ദാറ്റ് വൺ വാണ്ട്സ് ടു എക്സ്പ്രസ്. അപ്പോൾ ഓരോ നമ്മളുടെ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ആശയങ്ങളും വ്യക്തമാക്കാൻ വേണ്ടി അതിനനുസരിച്ചുള്ള വാക്കുകൾ കൃത്യമായി കണ്ടുപിടിച്ച് ഉപയോഗിക്കുക തന്നെ വേണം. യൂസ് ഓഫ് കാൻഡ് ആൻഡ് സ്ലാങ് ഫ്രേസസ് നോട്ട് പെർമിസിബിൾ ഇൻ ഫെമിലിയർ സ്റ്റൈൽ. ഫെമിലിയർ സ്റ്റൈലിൽ നമ്മൾ ഉപയോഗിക്കപ്പെടാതിരിക്കേണ്ട കാര്യങ്ങളാണ് കാൻഡും സ്ലാങ്ങും ആയിട്ടുള്ള വാക്കുകൾ. ആസ്ലേറ്റ് ഡിസപ്രോസ് ഡോക്ടർ ജോൺസൺ കാൻഡായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ്ലാങ് വാക്കുകൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ എതിർക്കുന്നുണ്ട് ഹാസ്ലേറ്റ്. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ, നോ സെലക്ഷൻ ഓർ നോ വെറൈറ്റി ഇൻ ഇറ്റ്. അപ്പോൾ വെറൈറ്റി ഇല്ല, സെലക്ഷൻ ഇല്ല സ്ലാങ് വേർഡുകൾ ഉപയോഗിച്ച്. ഡോക്ടർ ജോൺസൺ യൂസസ് മെയിൻലി ടോൾ ഒപ്പേക്ക് വേർഡ്സ്. വളരെ അവ്യക്തമായിട്ടുള്ള വലിയ വാക്കുകളാണ് ജോൺസൺ സാധാരണയായിട്ട് അദ്ദേഹത്തിൻ്റെ എസ്സേകളിൽ ഉപയോഗിക്കാറുള്ളത്. ഹി യൂസസ് വേർഡ്സ് ഹാവിങ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് സിലബിൾസ്. വലിയ വലിയ സിലബിളുകളുള്ള വാക്കുകൾ എന്ന് വെച്ചാൽ നീളം കൂടിയ വാക്കുകൾ. യൂസസ് ലാറ്റിൻ ഫ്രേസസ്. അതുപോലെ അദ്ദേഹം ഇംഗ്ലീഷിന് പകരം ലാറ്റിനൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്യാറുണ്ട്. വിത്ത് മിയർലി ഇംഗ്ലീഷ് ടെർമിനേഷൻസ്. അതിനൊക്കെ ഇംഗ്ലീഷ് ടെർമിനേഷൻ പോലും ഇല്ലാത്ത ലാറ്റിൻ വേർഡുകൾ പോലും അദ്ദേഹത്തിൻ്റെ എസ്സേകളിൽ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം അത്ര വലിയ നല്ല കാര്യമല്ല എന്നാണ് ഹാസ്ലേറ്റ് പറയുന്നത്. ട്രൂലി നാച്ചുറൽ ആൻഡ് ഫെമിലിയർ സ്റ്റൈൽ സേസ് ഹാസ്ലേറ്റ് ക്യാൻ നെവർ ബി ക്വൈൻഡ് ഓർ വൾഗർ. ക്വൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൾഗർ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ നാച്ചുറൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റൈൽ ഓഫ് യൂണിവേഴ്സൽ ഫോഴ്സ് ആൻഡ് ആപ്ലിക്കബിലിറ്റി. എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന, എല്ലാ ആളുകളെയും മൂവ് ചെയ്യിപ്പിക്കുന്ന, എല്ലാ ആളുകളും അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു സ്റ്റൈലാണ് ഫെമിലിയർ സ്റ്റൈൽ. ദിസ് സ്റ്റൈൽ ഈസ് ഫ്രീ ഫ്രം കാൻഡ് ഓർ സ്ലാങ് ഫ്രേസസ്. അപ്പോൾ ഇതിലൊരിക്കലും നമ്മൾ കാൻഡ് വേർഡുകളോ സ്ലാങ് വേർഡുകളോ ഉപയോഗിക്കാൻ പാടില്ല. ദ ഫ്രേസ് ടു കട്ട് വിത്ത് എ നൈഫ് ഓർ ടു കട്ട് പീസസ് ഓഫ് വുഡ് ഈസ് പെർഫെക്റ്റ്ലി ഫ്രീ ഫ്രം വൾഗാരിറ്റി. എന്താണ്, ഒരു കത്തിയെടുത്ത് കട്ട് ചെയ്യേണ്ട രീതിയിലുള്ള, അതുപോലെ പീസാക്കേണ്ട, വുഡ് പീസാക്കുന്ന പോലെ പീസാക്കേണ്ട രീതിയിലുള്ള വൾഗാരിറ്റി ഉള്ള, ബിക്കോസ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി കോമൺ. അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ബട്ട് ദ ഫ്രേസ് ടു കട്ട് ദ അക്വൈൻറ്റൻസ് ഈസ് നോട്ട് പെർഫെക്റ്റ്ലി കോമൺ ഓർ ഇൻ്റെലിജിബിൾ. അപ്പം എന്താണ്, ടു കട്ട് ആൻ അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബന്ധം വേർപെടുത്തുക എന്ന് പറയുന്നത് അല്ലേ. ഈസ് നോട്ട് പെർഫെക്റ്റ്ലി കോമൺ, അതൊരു പെർഫെക്റ്റ്ലി കോമൺ. ഓർ ഇൻറ്റെലിജിബിൾ, അത് ഇൻറ്റെലിജിബിൾ ആണ്. ആൻഡ് ബിലോങ്സ് ടു ദ ഡൊമൈൻ ഓഫ് സ്ലാങ്, അത് സ്ലാങ്ങിൻ്റെ ഡൊമൈനിലാണ് വരുന്നത്. ആസ് ആൻ ഓതർ Haslitt tried to employ only plain words or
പോപ്പുലർ മോഡ്സ് ഓഫ് കൺസ്ട്രക്ഷനും പ്ലെയിൻ വേർഡുകളാണ് അദ്ദേഹം കൂടുതൽ ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഈവൻ ദോ ഹി ഹാസ് ബീൻ അക്യൂസ്ഡ് ബൈ സം ക്രിറ്റിക്സ് യൂസിങ് വൾഗറിസം ആൻഡ് ബ്രോക്കൺ ലാംഗ്വേജ്. അപ്പോൾ വൾഗറിസം, വൃത്തികേടുകളോ അല്ലെങ്കിൽ നീചമായ ഭാഷകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചതിന് പല ക്രിറ്റിക്കുകളെടുത്തുനിന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നോട്ട് പോംഡ് ഓർ പ്രിറ്റൻഷൻ ബട്ട് അഡാപ്റ്റേഷൻ ഓഫ് ദ വേർഡ് ടു ദ ഐഡിയ. the proper force of the word lies not in the words themselves. അപ്പോൾ ഒരു വേർഡിൻ്റെ ശക്തി എന്ന് പറയുന്നത് വേർഡിലല്ല, അല്ലെങ്കിൽ വാക്കിലല്ല കിടക്കുന്നത്, ബട്ട് ഇൻ ദെയർ ആപ്ലിക്കേഷൻ. ആ വേർഡ് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കിടക്കുന്നത്. വേർഡ് മേ ബി ഫൈൻ സൗണ്ടിങ് വേർഡ്, വളരെ ഫൈൻ സൗണ്ടിങ് ഉള്ള വേർഡ് ആവാം. വേർഡ് മേ ബി വെരി ലോങ് ആവാം. ഓർ എ വേർഡ് മേ ബി ഇംപ്രസീവ് ആവാം ബിക്കോസ് ഓഫ് ദ നോവൽറ്റി, അതിൻ്റെ പുതുമ കൊണ്ട് ഇംപ്രസീവും ആവും. ആൻഡ് യെറ്റ് ദിസ് വേർഡ് മേ ബി ക്വൈറ്റ് പോയിൻറ്റ്ലെസ്. അപ്പോൾ ആ വേർഡ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഭംഗിയുള്ള വേർഡാണെങ്കിലും അത് പോയിൻറ്റ്ലെസ് ആയിരിക്കും, ഇറലവൻ്റ് ആയിരിക്കും. ഇറലവൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, അത് പ്രാധാന്യമില്ലാതായി മാറും. ഇൻ എ കോണ്ടെക്സ്റ്റ് വിച്ച് ഹാസ് ബീൻ യൂസ്ഡ്. അങ്ങനത്തെ ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിൻറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ വേർഡ് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാകില്ല. എത്ര നല്ല വേർഡാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇറ്റ് ഈസ് നോട്ട് എ പോംബ് ഓർ പ്രിറ്റൻഷൻ ദാറ്റ് ക്ലാരിഫൈസ് ഓർ എംഫസൈസ് ദ റൈറ്റേഴ്സ് മീനിങ്. നമ്മൾ കുറേ പൊങ്ങച്ചം കാണിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ നാട്യങ്ങൾ കാണിച്ചത് കൊണ്ടോ അല്ല ഒരു റൈറ്ററുടെ മീനിങ് അവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ബട്ട് ദ അഡാപ്റ്റേഷൻ ഓഫ് ദ വേർഡ്സ് ഓർ ഫ്രേസസ് ടു ദ ഐഡിയ. നമ്മൾ എന്ത് ഐഡിയ ആണോ പറയുന്നത് ആ ഐഡിയക്ക് അനുസൃതമായ വാക്കുകളും ഫ്രേസുകളും ഉപയോഗിക്കുമ്പോഴാണ് അവിടെ മീനിങ്ങിന് അർത്ഥമുണ്ടാകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ സൈസ് ഓഫ് ദ ലെസ്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിൻ്റെ സൈസോ അല്ല അതിൻ്റെ തിളക്കോ അല്ല നമ്മളെ കൂടുതലായിട്ട് ആകർഷിക്കുക. ബട്ട് ബീയിങ് ദർ ഫിറ്റഡ് ടു ദർ പ്രോപ്പർ പ്ലേസസ്. അവ കൃത്യമായ സ്ഥാനങ്ങളിൽ വിന്യസിക്കപ്പെടുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗിയുണ്ടാകുന്നത്. ആൻഡ് ദാറ്റ് ഇമ്പാർട്ട് സ്ട്രെങ്ത് ടു ദ ബിൽഡിംഗ്. അതാണ് ആ ഒരു ബിൽഡിങ്ങിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ബിഡ്സൈഡ്സ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് മോർ സ്പേസ് ദാൻ ഇറ്റ് ഈസ് വർത്ത് ഈസ് സംതിങ് ഹേറ്റ്ഫുൾ. അപ്പോൾ എന്താണ്, ദാറ്റ് ഒക്കുപ്പൈസ് മോർ സ്പേസ് ദാൻ ഇറ്റ് ഈസ്. അപ്പോൾ അത് കൂടുതൽ സ്പേസ് എടുക്കുക എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, അത് ഹേറ്റ്ഫുള്ളായി മാറുകയാണ് ചെയ്യുക. വില്യം കോബർട്ട് വാസ് റോങ് ഇൻ ബിലീവിങ് ദാറ്റ് ദ ഫസ്റ്റ് വേർഡ് വിച്ച് ഒക്കേഴ്സ് ടു എ റൈറ്റർ വാസ് ഓൾവേസ് ദ ബെസ്റ്റ്. ഒരു റൈറ്ററിന് കിട്ടുന്നതിൽ ആദ്യം വായിൽ വരുന്ന വാക്കാണ് ഏറ്റവും നല്ല ബെസ്റ്റ് വേർഡ് എന്ന് വില്യം കോബർട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് വേർഡ് വിച്ച് ഒക്കേഴ്സ് ടു എ റൈറ്റർ മേ ഇൻഡീഡ് ബി വെരി ഗുഡ് ആൻഡ് ഗുഡ് ഫൺ. അപ്പോൾ അത് ഏറ്റവും നല്ലതും ഫണ്ണി ആയിട്ടുള്ള വാക്കായിരിക്കും. ബട്ട് ആൻ ഈവൻ ബെറ്റർ വേർഡ് മേ പ്രസൻറ്റ് ഇറ്റ് സെൽഫ് ദ റിഫ്ലക്ഷൻ. അപ്പോൾ അതിനോട് വില്യം ഹാസ്ലിറ്റ് യോജിക്കുന്നില്ല. വായിൽ ആദ്യം വന്ന വാക്കിനേക്കാൾ നല്ല, അതിനേക്കാൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. അതാണ് നമ്മൾ എഴുതേണ്ടത്. ഹാസ്ലിറ്റ്സ് കമൻസ് ഓൺ ലാംബ് സ്റ്റൈൽ. ലാമ്പിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത്, ചാൾസ് ലാമ്പിനെ പറ്റി. ദർ ആർ സം ഓതേഴ്സ് ഹു മേക്ക് ഡിസ്പ്ലേ ഓഫ് നത്തിങ് ബട്ട് ദ റിച്ച് ആൻഡ് റെയർ ഫ്രൈസോളജി. അപ്പം ചില ഓതേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രൈസോളജി, റെയർ ആയിട്ടുള്ള ആരും ഇതുവരെ കണ്ടെത്താത്ത ഫ്രൈസുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എഴുത്തുകൾ എഴുതുന്നത്, അല്ലാതെ മീനിങ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. ഹാസ്ലിറ്റ് വുഡ് നോട്ട് മൈൻഡ് ഇൻ സ്പ്രിംഗ്ലിങ് ആർക്കൈസംസ് ഇൻ എ പീസ് ഓഫ് റൈറ്റിംഗ്. കുറേ ആർക്കൈസങ്ങൾ നമ്മൾ എന്താണ് ഈ ഒരു റൈറ്റിങ്ങിൽ എഴുതിയത് കൊണ്ട് കാര്യമില്ല. ബട്ട് ദ വോൾ ടിഷ്യൂ ഒബ്സലേറ്റ് എക്സ്പ്രഷൻ ഈസ് മോസ്റ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ഇൻ എനി റൈറ്റിംഗ്. അപ്പോൾ അത് വ്യക്തമല്ലാത്ത കുറേ എക്സ്പ്രഷൻസ് ഒരു റൈറ്റിങ്ങിൽ എഴുതി കഴിഞ്ഞാൽ വലിയ സംഭവമായി തീരുമെന്ന് തോന്നൽ വളരെ മോശകരമായിട്ടുള്ള ചിന്താഗതിയാണ്. വേർഡ്സ് ലൈക്ക് ക്ലോത്ത്സ് ബിക്കം ഓൾഡ് ഫാഷൻഡ്. വേർഡുകളും ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോത്തുകൾ പോലെ ഓൾഡ് ഫാഷൻഡായി മാറും. ദേ ഗെറ്റ് മീൻ ആൻഡ് റിഡിക്കുലസ് വെൻ ദേ ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ഫെയർലി ലോങ് ടൈം. കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ നമ്മളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവ മോശമാകും, അല്ലെങ്കിൽ അവയുടെ ആക്ഷേപകരമായി മാറും. സച്ച് വേർഡ്സ് മസ്റ്റ് ദെൻ ബി കെപ്റ്റ് ഔട്ട് ഓഫ് വൺസ് റൈറ്റിംഗ്. അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന വാക്കുകൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മളെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പദസഞ്ചയത്തിൽ നിന്ന് എടുത്തു മാറ്റി പുതിയ വാക്കുകൾ നമ്മൾ അടുത്ത എഴുത്തുകളിൽ ഉപയോഗിക്കണം. ഹൗർ ഹാസ്ലിറ്റ് മേക്സ് ആൻ എക്സെപ്ഷൻ ഇൻ ദ കേസ് ഓഫ് ചാൾസ് ലാമ്പ്. ചാൾസ് ലാമ്പിൻ്റെ എഴുത്തുകളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഹു ഡിഡ് യൂസ് ആൻറ്റീക്ക് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ബട്ട് സ്റ്റൈൽ കുഡ് സ്റ്റിൽ ബി റീഡ് വിത്ത് പ്ലഷർ. ആൻറ്റീക്കായിട്ടുള്ള വാക്കുകൾ, പഴയ കാലത്തുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ ചാൾസ് ലാമ്പ് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ ഉപയോഗിച്ച് തഴക്കവും പഴക്കമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാളേറെ ഭംഗി എസ്ഐക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണ് ഇത്തരത്തിലുള്ള ആൻറ്റീക്കായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്.
Charles Lamb was so thoroughly imbued with the spirit of old authors of what he wrote certainly remind us of the style of those authors, but does not appear to be limitation of their style. ഇപ്പോൾ ഈ ഓൾഡ് ഓതേഴ്സിൻ്റെ ആ വാക്കുകളൊക്കെ നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ അതൊരു ഇമിറ്റേഷനായിട്ട് നമ്മൾ അതിനെ തരം താഴ്ത്തി കാണേണ്ടതായിട്ട് ഇല്ല. അവർക്ക് ഒരു പുതുമ തരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ആൻറ്റിക്കായിട്ടുള്ള വീടുകളൊക്കെ നമ്മളിപ്പോൾ പുതിയ വീടുകൾക്ക് പകരം പഴയ രീതിയിലുള്ള ആർക്കിടെക്ചറൊക്കെ ഉപയോഗിച്ചുള്ള വീടുകൾ വരുമ്പോൾ നമുക്കൊരു പുതുമ തോന്നും. അപ്പോൾ ഇപ്പം എല്ലാ വീടുകളും കാണുന്നത് പോലെ ആയിരിക്കില്ല ഈ വീടുകളിൽ നമ്മൾ കാണുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എഴുത്തിലും. ദർ ഈസ് ഇൻ ലാംസ് റൈറ്റിംഗ് ആൻ ഇൻവാർഡ് ഫങ്ഷൻ ബോത്ത് ഇൻ ദ തോട്ട് ആൻഡ് ഫീലിംഗ്. ചിന്തകളിലും പ്രവർത്തികളിലും ഫീലിങ്ങിലൊക്കെ ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ഓഫ് ഹിസ് സബ്ജക്റ്റ് ദാറ്റ് റിമൂവ്സ് ദ ക്വൈൻറ്റ്നെസ്, എന്താണ് ഈ അസംഗത്യം ഇല്ലാതാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ചാൾസ് ലാംബ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഓഫ്കാർഡ്നെസ് റൈസിങ് ഫ്രം ആൻ ആൻറ്റിക്വേറ്റഡ് സ്റ്റൈൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റിക്വേറ്റഡ് സ്റ്റൈലാണത്. ദ മാറ്റർ ഇൻ ലാംസ് റൈറ്റിംഗ് ഈസ് ഹിസ് ഓൺ. അപ്പോൾ ലാംഗിൻ്റെ റൈറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റൈലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദോ ദ സ്റ്റൈൽ ഈസ് ഡെറൈവ്ഡ് ഫ്രം ഓൾഡ് ഓതേഴ്സ് ലൈക്ക് റോബർട്ട് ബർട്ടൺ, തോമസ് ഫുള്ളർ, സർ തോമസ് ബ്രൗൺ. അപ്പം ഇവരുടെയൊക്കെ ഒരു സ്റ്റൈലുമായിട്ട് ഈ ലാംബിൻ്റെ സ്റ്റൈലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താതാത്മ്യം അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനും പറ്റും. ഇപ്പോൾ പഴയകാല എഴുത്തുകാരുടെ സ്റ്റൈൽ തന്നെയാണ് അദ്ദേഹം പുതിയതായിട്ട് പരീക്ഷിക്കുമ്പോൾ ഒരു എന്ത് പറയുന്ന ഒരു ആകർഷകത അതിൽ തോന്നും. ഹാസ്ലിറ്റ് സേസ് ദാറ്റ് ഹി ഹാസ് എ ഗ്രേറ്റ് ലിങ്കിങ് ഫോർ എസ്സേസ് വിച്ച് ലാംബ് റോട്ട് അണ്ടർ പെൻ നെയിം എലിയ. എലിയ എന്ന പേരിൽ ഒരുപാട് എസ്സേകൾ ലാംബ് എഴുതിയിട്ടുണ്ട്. അതിനോടൊക്കെ ഹാസ്ലിറ്റിന് വലിയ ആരാധനയും ആണ്. ഹി എസ്പെഷ്യലി മെൻഷൻ ലാംസ് എസ്സേസ് എൻറ്റൈറ്റിൽ മിസ്റ്റർ ബാറ്റിൽസ് ഒപ്പീനിയൻ ഓൺ ദ വിസ്റ്റ് എന്ന് പറയുന്ന ഒരു എസ്സേകളാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ട് താല്പര്യപ്പെട്ടത്. വിച്ച് ഈസ് ദ മോസ്റ്റ് ഫ്രീ ഫ്രം ഒബ്സൊലേറ്റ് അല്യൂഷൻസ്. അവ്യക്തമായിട്ടുള്ള അല്യൂഷൻസ് ഒന്നും അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ഫ്രൈസോളജി, അതുപോലെ മനസ്സിലാവാത്ത ഫ്രൈസോളജികളൊന്നും അതിലത് ഉപയോഗിച്ചില്ല. ദ എസ്സേ ഓഫ് എലിയ സേസ് സ്ലേറ്റ് ആർ ദ വർക്ക്സ് ഓഫ് ഇൻജീനിയസ് ആൻഡ് ഹൈലി ഗിഫ്റ്റഡ് ഓതർ. വളരെ ഇൻജീനിയസ് ആയിട്ടുള്ള വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓതറിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന എഴുത്തുകളാണ് ഇത്. ആൻഡ് ഹാവ് ദ സെയിം ചാം ആൻഡ് റിലീഷ് വിച്ച് ഇറാസ്മസ് കൊളോക്കീസ് ഹാസ് ഫോർ ക്ലാസിക്കൽ സ്കോളർ. ഇറാസ്മസിൻ്റെ എഴുത്തുകൾ പോലെ ക്ലാസിക്കൽ സ്കോളറാണ്, പഴയകാല ഒരു എഴുത്തുകാരനാണ് ഇദ്ദേഹം. ആ എഴുത്തുകാരൻ്റെ അതേ കഴിവുകൾ ഇന്ന് ഈ ചാൾസ് ലാംബിലും അദ്ദേഹത്തിന് ദർശിക്കാൻ കഴിഞ്ഞെന്ന് ഹാസലിറ്റ് പറയുന്നു. ദ ഗോഡി ഫ്ലോറിഡ് സ്റ്റൈൽ ബാരനസ് ഓഫ് ഐഡിയാസ്. അപ്പോൾ ഐഡിയകളൊന്നും ഇല്ലാതെ വളരെയധികം പൊലിപ്പിച്ച് പറയുക അല്ലേ, ഫ്ലോറിഡ് സ്റ്റൈൽ എന്നൊക്കെ പറയാം. ഫൈനലി ഹാസ്ലിറ്റ് സ്പീക്സ് അബൌട്ട് ഗോഡി സ്റ്റൈൽ. ഇപ്പം ഗോഡി സ്റ്റൈലിനെ പറ്റിയിട്ടാണ് ഹാസ്ലിറ്റ് പറയുന്നത്. ഇറ്റ്സ് എ ബാരനസ് ഓഫ് ഐഡിയ. നമുക്ക് പ്രത്യേകിച്ച് ഐഡിയകളൊന്നും ഇല്ലെങ്കിൽ വളരെയധികം പൊലിപ്പിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. അതിനെയാണ് അദ്ദേഹം പറയുന്നത്, വിമർശിക്കുന്നത്. ഇൻ ദിസ് കൈൻഡ് ഓഫ് സ്റ്റൈൽ ദർ ആർ വേർഡ്സ് ആൻഡ് മോർ വേർഡ്സ്. ഇതിലിങ്ങനെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് പോകാന്നേ ഉള്ളൂ. കാര്യം അതിലൊരു കാര്യം പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് പോവുകയാണ്. വാട്ട് ഈസ് ലാക്കിംഗ് ഇൻ ദിസ് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഈസ് മാറ്റർ ആൻഡ് കണ്ടൻറ്റ്. അതിൽ മാറ്റർ ഉണ്ടാവില്ല, അതിൽ യഥാർത്ഥ കണ്ടൻറ്റും ഉണ്ടാവില്ല. ദിസ് കൈൻഡ് ഓഫ് സ്റ്റൈൽ വിച്ച് ഈസ് ഗോഡി ഓർ ഫ്ലോറിഡ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഫെമിലിയർ സ്റ്റൈൽ. അപ്പോൾ ഫെമിലിയർ സ്റ്റൈലിന് നേരെ എതിർഭാഗത്തേക്കാണ് ഈ തരത്തിലുള്ള സ്റ്റൈലുകൾ പോവുക. ദ ഗോഡി സ്റ്റൈൽ ഈസ് യൂസ്ഡ് എ ഹൈലി ഡെക്കറേറ്റഡ് വെയിൽ ടു കൺസീൽ ദ വാണ്ട് ഓഫ് ഐഡിയാസ്. അപ്പോൾ ഐഡിയ ഇല്ലാത്ത അല്ലെങ്കിൽ ആശയങ്ങളില്ലാത്ത ആളുകളാണ് തങ്ങളുടെ ആശയദാരിദ്ര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പൊലിപ്പിച്ച് പറയൽ ഉപയോഗിക്കുന്നത്. വൈൽ ദ ഫെമിലിയർ ഈസ് എംപ്ലോയിഡ് ആസ് എ പ്ലെയിൻ മീഡിയം ടു കൺവേ ഐഡിയാസ്. പക്ഷേ ഫെമിലിയർ സ്റ്റൈൽ അങ്ങനെയല്ല, ഐഡിയകൾ ഓരോന്നോരോന്നായി പറഞ്ഞു തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. റൈറ്റേഴ്സ് ഓഫ് ഗോഡി സ്റ്റൈൽസ് ഹാവ് മിയർലി വെർബൽ ഇമാജിനേഷൻസ് വിച്ച് റിട്ടേൺസ് നത്തിങ് ബട്ട് വേർഡ്സ്. വാക്കുകൾ കൊണ്ട് വലിയൊരു കൊട്ടാരം കെട്ടുന്നത് പോലെ അവർ കെട്ടിയുണ്ടാക്കുകയാണ് ചെയ്യുക. പക്ഷേ അതിൽ ചീട്ട് കൊട്ടാരം പോലെ ഒന്നിനും ഒരു അടിസ്ഥാനവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആശയ ഭദ്രത ഉണ്ടാവില്ല. Even their most ordinary writing is characterized by hyper or magniloquence. അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് ഹൈപ്പർബോളുകളും അതുപോലെ അതിശയോക്തികളും പിന്നെ വാചാടോപങ്ങളും മാത്രമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ദീസ് ഓതേഴ്സ് മേക്ക് അസ് ഒൺലി ദ മോസ്റ്റ് ജനറസ് ഫ്രേസ്. ജോർജസ് ആയിട്ടുള്ള ഫ്രേസുകളൊക്കെയാണ് ഇതിൽ ഓതേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ ഫോർ ഇൻസ്റ്റൻസ് ദേ കമൻറ്റ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ആക്ടർ ഓർ ആക്ട്രസ്. നമുക്കിതിലെ ഒരു ഉദാഹരണം അദ്ദേഹം ഹാസ്ലിറ്റ് ഇതിൽ നമുക്ക് തരുന്നുണ്ട്. ഒരു നടനെയോ പറ്റിയിട്ട് പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് അവരുടെ
നടന ചാതുര്യത്തെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദേ മേക്ക് യൂസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് സ്പ്ലെൻഡിഡ് ആൻഡ് എക്സ്ട്രാവാഗൻറ്റ് വൊക്കാബുലറി വിത്തൗട്ട് ബീങ് ഏബിൾ ടു കൺവേ ടു എസ് ദ റിയൽ മെറിറ്റ്സ് ആൻഡ് അട്രിബ്യൂട്ട്സ് ഓഫ് ദോസ് ആക്ടേഴ്സ് ഓർ ആക്ട്രസ്. അവർ ലോകത്തുള്ള നടന്മാരെ പുകഴ്ത്താനുള്ള സകല വാക്കുകളും ഇങ്ങോട്ട് എടുത്തിട്ട് ഈ നടന് അല്ലെങ്കിൽ നടീനെ പുകഴ്ത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ നടൻ്റെ ശരിയായ മെറിറ്റ് എന്താണ്, ഗുണങ്ങൾ എന്താണ്, അതിൽ ആക്ട്രസിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനേ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. സച്ച് അതേഴ്സ് യൂസ് പ്രൊഫ്യൂഷൻ ഓഫ് ദ ബാർബറസ് എപ്പിത്തറ്റ്സ്. ഇപ്പം എന്താണ്, സമൃദ്ധമായിട്ട് ഒരുപാട് എപ്പിത്തറ്റുകൾ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. എപ്പിത്തറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കുക. അതന്നെ എന്താണ്, അതിൻ്റെ ഔഫുൾ റൊഡോമോണ്ടേറ്റ്, പൊങ്ങച്ചം പറയുക. ഇതിനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് വിത്തൗട്ട് ബീങ് ഏബിൾ ടു ഫോക്കസ് അവർ അറ്റൻഷൻ അപ്പോൺ ക്വാളിറ്റീസ് ഓഫ് ദ ആക്ടേഴ്സ് ഓർ ആക്ട്രസ്. ഈ ആക്ടറിൻ്റെയോ അല്ലെ ആക്ട്രസിൻ്റെയോ ക്വാളിറ്റീസിൽ യാതൊരു ഫോക്കസും ഇല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, അല്ലെങ്കിൽ മാക്സിമം വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഫെമിലിയർ സ്റ്റൈലല്ല. ഇനി എന്താണ് ഹെയറോഗ്രാഫിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ചില റൈറ്റേഴ്സിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഭയങ്കര എന്താണ് ബുദ്ധിമുട്ടേറിയതായിരിക്കും. ഹെയറോഗ്ലിഫിക്കൽ എന്നാണ് പറയുക. അതുപോലെ ബെസോറ്റഡ് വിത്ത് വേർഡ്സ്. ചില ആളുകൾ നമ്മളെ ലഹരി പിടിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുക. ദ ഫാക്റ്റ് ഈസ് ദാറ്റ് സച്ച് ഓതേഴ്സ് ആർ ബെസോറ്റഡ് വിത്ത് വേർഡ്സ് ആൻഡ് ദെയർ ബ്രെയിൻസ് ആർ ഫുൾ ഓഫ് ഗ്ലിറ്ററിങ്. അത് ബുദ്ധിയിൽ മുഴുവൻ ഗ്ലിറ്ററിങ്, ഇങ്ങനെ തിളക്കങ്ങളായിരിക്കും. ബട്ട് എം ടി ആൻഡ് സ്റ്റെറൈൽ ഫാൻറ്റംസ് ഓഫ് തിങ്സ്. അപ്പോൾ പക്ഷേ എന്തുണ്ടാവില്ല, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുകയില്ല. പേഴ്സോണിഫിക്കേഷൻസ് ഉണ്ടാവും, ക്യാപിറ്റൽ ലെറ്ററുകൾ ഉപയോഗിക്കും, വിഷൻ ഓഫ് ഗ്ലോറി പറയും, സ്പ്ലെൻഡിഡ് ഇമേജസുകൾ ഉപയോഗിക്കും, ഇമേജസ് മേക്കപ്പ് ദെയർ സ്റ്റോക്ക് ഇൻ ട്രേഡ്. ദീസ് ഓതേഴ്സ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഹെയറോഗ്ലിഫിക്കൽ. അപ്പോൾ ഹെയറോഗ്ലിഫിക്കൽ ഓതേഴ്സ് എന്നാണ് ഇവരെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഇമേജസ് സ്റ്റാൻഡ് ഔട്ട് ഇൻ ദെയർ മൈൻഡ്സ്. അവരുടെ മനസ്സിൽ ചില ഇമേജുകൾ ഉണ്ടാവും, ഐസോലേറ്റഡ് ആയിട്ടുള്ള. അതുപോലെ ആൻഡ് ഇമ്പോർട്ടൻ്റ് നിയർലി ഇൻ ദംസെൽസ്. അവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില ഇമേജുകൾ ഉണ്ടാവും. ഇവയായിരിക്കും ഇവർ ബുക്കുകളിൽ എഴുതി പഠിപ്പിക്കുക. നമുക്കൊന്നിട്ട് മനസ്സിലാവുകയില്ല. വിത്തൗട്ട് എനി ഗ്രൗണ്ട് വർക്ക് ഓർ ഫീലിങ്ങിൻ്റേതായ ഒരു ഗ്രൗണ്ട് വർക്കൊന്നും അവർ ചെയ്യാറില്ല. ദർ ഈസ് നോ കോണ്ടെക്സ്റ്റ് ഇൻ ദെയർ ഇമാജിനേഷൻസ് ഒരിക്കലും അതിൻ്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സന്ദർഭം അനുസരിച്ചല്ല വരിക. അവർക്ക് തോന്നുന്ന ഇമാജിനേഷൻ അപ്പോൾ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ദെയർ റൈറ്റിംഗ്സ് കണ്ടെയ്ൻസ് നത്തിങ് ബട്ട് വാട്ട് മീൻസ് ഇയർ ആൻഡ് ദ ഐ. അവർ എന്താണ് കണ്ണുകൊണ്ട് കാണുന്നത്, എന്താണ് കാതുകൊണ്ട് കേൾക്കുന്നത്, എന്താണ് അത് അതേപോലെ പകർത്തുകയാണ് ചെയ്യുന്നത്. ദ വെബ് ആൻഡ് ദ ടെക്സ്ചർ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ഓഫ് ദ ഹേർട്ട് ഓഫ് ദ മാൻ ഈസ് മിസ്റ്ററി ടു ദം. അപ്പോൾ അവർ മനുഷ്യനെ മനസ്സും അതുപോലെ ലോകവും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്റ്ററിയാണ്, ഒരു നിഗൂഢതയാണ്. അത് ആ നിഗൂഢത അവരുടെ എഴുത്തുകളിൽ കാണാം. ആ നിഗൂഢത അനുവാചകൻ്റെ മനസ്സിലേക്കും പകരുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പോൾ ഈ നിഗൂഢത കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഹസലിറ്റ് പറയുന്നത്. വെറുതെ മനുഷ്യനെ വട്ടം കറക്കാനുള്ളൊരു സംവിധാനമാണ് ഈ നിഗൂഢത ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ദേ കനോട്ട് ഗെറ്റ് ബിയോണ്ട് ദ ഗ്ലാമർ ഓഫ് ഫാൻസി ആൻഡ് വാർണിഷ് ഓഫ് സെൻറ്റിമെൻറ്റ്സ്. അവർക്ക് ഒരിക്കലും ഫാൻസീൻ്റെ പുറത്തേക്ക് നിന്നിട്ട് സെൻറ്റിമെൻറ്റിൻ്റെ ലോകത്തേക്ക് വരാനും പറ്റില്ല. എവറിഥിങ് ഇൻ ദെയർ റൈറ്റിംഗ് ഈസ് ഫാർ ഫെച്ച്ഡ്, ആർട്ടിഫിഷ്യൽ ആൻഡ് മെക്കാനിക്കൽ, കൺവെൻഷണൽ, ഫോമൽ ആൻഡ് ദ പെഡൻറ്റിക് ഇൻ സ്റ്റൈൽ ആൻഡ് എക്സിക്യൂഷൻ. അപ്പോൾ അവ ആർട്ടിഫിഷ്യലായിരിക്കും, ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ എഴുത്തുകളായിരിക്കും അതിൽ നമുക്ക് കാണാൻ പറ്റുക. ദേ ബിലോങ്സ് ടു വാട്ട് ഹാസ്ലിറ്റ് കോൾ ദ മോക്ക് സ്കൂൾ, പോയട്രി ആൻഡ് എസ്സേ. മോക്ക് സ്കൂൾ എന്നാണ് ഇതിനെ അദ്ദേഹം വിളിക്കുന്നത്. ദേ ഫ്ലണ്ടർ അബൌട്ട്, അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, ഫ്ലണ്ടർ അബൌട്ട് ഫസ്റ്റ്യൻ ഇൻ എക്സ്പ്രഷൻ ആൻഡ് ബാത്തോസ് ഇൻ സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ എക്സ്പ്രഷനിൽ അവർ ഫ്ലണ്ടർ ആയിരിക്കും, ശബ്ദാഡംബരത്തോടെ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ എന്താണ്, എക്സ്പ്രഷനിൽ എപ്പോഴും താഴോട്ട്, സെൻറ്റിമെൻറ്റ്സിലും ബാത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപകർഷത്തിലേക്കായിരിക്കും അവർ പോകുന്നത്. ഇൻ അതർ വേർഡ്സ് ദേ മേക്ക് യൂസ് ഓഫ് ഹൈ സൗണ്ടിങ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. വലിയ വലിയ സൗണ്ടിങ് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഉള്ളി അബ്സേർഡ് ആൻഡ് റിഡിക്കുലസ് സെൻറ്റിമെൻറ്റ്സ്, അബ്സേർഡായിട്ടുള്ള മീനായിട്ടുള്ള തീരെ വ്യക്തമല്ലാത്ത സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും അവർ, റിഡിക്കുലസ് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും ഈ രീതിയിൽ അവർ അവതരിപ്പിക്കുക. ദേ ടിക്കിൾ ദ റീഡേഴ്സ് ഫാൻസി ബട്ട് നെവർ ടച്ച് ദ ഹേർട്ട് ഓർ അപ്പീൽ ദ ഹെഡ്. അത് ഫാൻസി, റീഡേഴ്സ്ക്ക് വലിയൊരു ഫാൻസി ഉണ്ടാവും, അയ്യോ വലിയ സംഭവമാണല്ലോ എന്നൊക്കെ റീഡർ പറയും. പക്ഷെ ഒരിക്കലും റീഡറുടെ മനസ്സിലേക്കോ അതുപോലെ ഹൃദയത്തിലേക്കോ അവ എത്തിച്ചേരാറില്ല, അത് അവരുടെ ചിന്തകളിലേക്കും എത്തിച്ചേരാറില്ല. ദെയർ ടെമ്പിൾ ഓഫ് ഫെയിം ഈസ് ലൈക്ക് എ ബ്ലീക്ക് സ്ട്രക്ചർ ഇറക്റ്റഡ് ബൈ ഡൾനെസ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടു വാനിറ്റി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ടെമ്പിൾ ഓഫ് ഫെയിം എന്ന് പറയുന്നത്,
എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഡൾനെസ്സും അതുപോലെ വാനിറ്റിയുമായിരിക്കും, പൊങ്ങച്ചത്തിന് പര്യായവുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, ദേ ആർ റൈറ്റിംഗ്സ് ആർ വർത്ത്ലെസ് ആസ് ദേ ആർ ഗ്ലിറ്ററിങ് ഇൻ അപ്പിയറൻസ്. അവ തിളങ്ങുന്നത് പോലെയുള്ള എന്തുണ്ടാവില്ല, അപ്പിയറൻസ്, അവയുടെ തിളക്കം പോലെയുള്ള മൂല്യങ്ങളൊന്നും ആ എഴുത്തുകളിൽ ഒരിക്കലും നമുക്ക് കാണാനും പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ 3-4 സ്റ്റൈലുകളെ പറ്റി അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റൈറ്റ് എ ഡാഷ്, എന്താണ് ഫെമിലർ സ്റ്റൈൽ എഴുതാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഡാഷ് ആൻഡ് പ്യൂരിറ്റി, എന്താണ് പ്രിസിഷൻ ആൻഡ് പ്യൂരിറ്റി ഓഫ് എക്സ്പ്രഷനാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ എന്താണ് ഹാസ്ലിറ്റ് ഡിസ്അപ്രൂവ് ജോൺസൺ സ്റ്റൈൽ ബിക്കോസ് ദർ ഈസ് നോ, ജോൺസന്റെ സ്റ്റൈലിൽ എന്താണ് ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നാണ് പറയുന്നത്, ഔചിത്യങ്ങൾ ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റൈൽ യൂണിവേഴ്സൽ ഫോഴ്സ് ആൻഡ് എന്താണ് ആപ്ലിക്കബിലിറ്റി ഉണ്ടാവണം. ഡാഷ് സ്പീക്സ് അബൌട്ട് ഗോഡി സ്റ്റൈൽ, ആരാണ്, ഹാസ്ലിറ്റ് ആണ് ഗോഡി സ്റ്റൈലിനെ പറ്റി പറയുന്നത്. വെർൺ ഓഫ് ഐഡിയസ്. വാട്ട് ഡസ് ഹാസ്ലിറ്റ് സേ ഓൺ ആർക്കൈസം, ആർക്കൈസം എന്താണ്, നല്ലതാണെന്ന് പറയുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് മൈൻഡ് സ്പാർക്ലിംഗ്, ആർക്കൈസം മീൻസ് പീസ് ഓഫ് റൈറ്റിംഗ് ബട്ട് ദ വോൾ ടിഷ്യൂ ഓഫ് ഒബ്സലേറ്റ് എക്സ്പ്രഷൻ ഈസ് മോസ്റ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ഇൻ എനി റൈറ്റിംഗ്സ് എന്നാണ്. വേർഡ്സ് ലൈക്ക് ക്ലോത്ത്സ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ബിക്കം ഓൾഡ് ഫാഷൻഡ് ആൻഡ് റിഡിക്കുലസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആർക്കൈസത്തിനോട് അദ്ദേഹത്തിന് നല്ലൊരു അഭിപ്രായമാണുള്ളത് അല്ലേ, അവ വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗികരമായിരിക്കുമെന്നാണ് പറയുന്നത്. ഹൗ ഈസ് ഫെമിലർ സ്റ്റൈൽ ഡിഫറെൻറ്റ് ഫ്രം ഫ്ലോറിഡ് സ്റ്റൈൽ? അപ്പോൾ ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറയുന്നതും ഫ്ലോറിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ ഐസയിൽ പിന്നെ പഠിച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് എഴുതാനുള്ള കാര്യം തന്നെയാണ്. ഫെമിലിയർ സ്റ്റൈൽ എന്താണ്, ഫ്ലോറിഡ് സ്റ്റൈൽ എന്താണെന്നുള്ളത്. ബ്രിങ് ഔട്ട് ദ ആപ്റ്റ്നെസ് ഓഫ് കമ്പാരിസൺ ഓഫ് വേർഡ്സ് ടു കോയിൻസ്. അപ്പോൾ വേർഡ്സ് കോയിൻസുമായിട്ട് അദ്ദേഹം കമ്പയർ ചെയ്തിട്ട് പറയുന്നുണ്ട് അല്ലേ. അത് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഉപയോഗിക്കേണ്ട അളവിൽ ഉപയോഗിക്കണം, അല്ലാതെ തോന്നും പോലെ ഉപയോഗിക്കരുത്. കോയിൻസും അതുപോലെ തന്നെയാണല്ലോ. നമുക്ക് 5 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് 10 രൂപ എടുത്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ 1 രൂപ എടുത്ത് കൊടുത്തിട്ടോ കാര്യമില്ല. അത് ഒന്നെങ്കിൽ കൂടുതലാവും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. കറക്റ്റ് 5 രൂപ തന്നെ ഉപയോഗിക്കേണ്ടടുത്ത് 5 രൂപ തന്നെ ഉപയോഗിക്കുക, അതാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെമിലിയർ സ്റ്റൈൽ ആൻഡ് വൾഗർ സ്റ്റൈൽ? ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫെമിലിയർ സ്റ്റൈൽ വൾഗർ സ്റ്റൈൽ തമ്മിലുള്ള വ്യത്യാസം. ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന വൾഗർ സ്റ്റൈലാണ്. വൾഗർ സ്റ്റൈലായിരിക്കില്ല ഫെമിലിയർ സ്റ്റൈൽ എന്ന് അദ്ദേഹം പറയുന്നില്ല. അക്കോർഡിംഗ് ടു ഹാസ്ലൈറ്റ്, ദ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് സ്റ്റൈൽ, നല്ല സ്റ്റൈലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഫെമിലിയർ സ്റ്റൈലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.